കാപ്പി. കാപ്പി. ഇവിടുന്ന് വല്ലൊരു കാണും. എന്താ? ഈ വലിയവരുടെ മനസ്സും പാവങ്ങളുടെ ഭാവിയും നിശ്ചയിക്കാനാവില്ല. കുടുംബനില വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ പരി ചവിട്ടാനുള്ള യോഗ്യത മരുമകനില്ല. എന്നിട്ടും എന്റെ മകളെ അവന് കൊടുത്തുല്ലേ? അതെന്തിനാന്ന് ഞാൻ പറയാം. എടാ, ചരിത്രത്തിൽ ഒരു അലക്സാണ്ടർ ഉണ്ടായിരുന്നു. വെട്ടിപ്പിടിക്കാൻ രാജ്യമില്ലാഞ്ഞ് പൊട്ടിക്കരഞ്ഞവൻ. മാർഗത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ അലക്സാണ്ടറും വ്യത്യസ്തനല്ലടാ. ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. എടാ മടയാ, അവനൊരു വിജിലൻസ് ഓഫീസറാണ്. എന്റെ മകൾക്ക് അവനെ ഭർത്താവാക്കിയത് എന്റെ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഉപകരണമാക്കാനാണ്. മനസ്സിലായോ? പ്ലീസ്, ഐ ആം ഹാർഡ്ലി ടയർഡ്. ക്ഷീണോ? സാർ, ഈ ക്ഷീണം ഞാൻ ഇപ്പൊ മാറ്റി. അയ്യോ, ആരെങ്കിലും കാണുമെന്ന വിചാരം പോലും ഇല്ല. പേടിക്കുന്നതിന് നാട്ടുകാരും വീട്ടുകാരും നമുക്ക് ലൈസൻസ് തന്നതല്ലേ, പിന്നെന്താ? लीजिए महाराज, आपका पसंद का माल आ गया है। ये तो वही हीरे हैं जिसके बारे में मैंने ऐसे कहा था। ओह, ये बहुत सुंदर है। അല്പം നേരം വെറുതെ ഇരിക്കില്ല. അല്ല, എന്താ അവിടെ ഒരു ബഹളം? അപ്പച്ചന്റെ ഏതോ ബിസിനസ് പാർട്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിനകത്ത് വെച്ചാണോ നടത്തുന്നത്? നോൺസെൻസ്. ദേ, എന്റെ അപ്പച്ചനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അപ്പോഴേക്കും പെണ്ണ് ചൂടായല്ലോ. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ എന്തെങ്കിലും നടക്കട്ടെ, നമുക്കെന്താ? എന്നാലും അങ്ങനെയല്ലോ. നിന്റെ അപ്പച്ചന്റെ സംഗീത ബിസിനസ് എന്താണെന്ന് എനിക്ക് കൂടി ഒന്ന് അറിയണമല്ലോ. എന്താ? ये भी देख लीजिए। ये तो लाल है। एक और भी है, देखिए। ये भी सुंदर है। ये असली माल है? जी हाँ। हेलो, विजिलेंस डिपार्टमेंट अല്ലേ? I am Tony speaking. Very important information. അതെ, യാ ഉടനെ വരണം. ലക്ഷക്കണക്കിന് രൂപയുടെ രത്നങ്ങളാണ് ബിസിനസ് ആകുന്നത്. ഉടനെ പുറപ്പെടണം. അതെ. എടാ പട്ടി, നിന്നെ ഞാൻ മരുമനാക്കിയത് എന്നെ ഒറ്റ കൊടുക്കാനല്ല. ഒരു വിജിലൻസ് ഓഫീസർ എന്ന നിലയിൽ നീ എന്നെ പരമാവധി സഹായിക്കുമെന്ന് ഞാൻ കരുതി. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു വിജിലൻസ് ഓഫീസറാണ്. എനിക്ക് എന്റെ ചുമതലകളാണ് മുഖ്യം. ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എടാ, അട്ടയെ പിടിച്ച മെത്തേ കിടത്തി. നിനക്ക് സ്വപ്നം കാണാനാവത്താണ് എന്റെ മകളും അളവന്റെ സ്വത്തും. എന്നിട്ടും നീ നിങ്ങളുടെ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കാമെന്ന എഗ്രിമെന്റ് എനിക്കില്ലായിരുന്നു. അത് പറഞ്ഞ് നീ എന്നെ തോപ്പിക്കാമെന്നാണോ? അല്ല, കൊള്ള ആര് ചെയ്താലും എനിക്ക് ഒരുപോലെയാണ്. മുഖം നോക്കാൻ നടപടിയെടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഓഹോ, ഞാൻ അത് നിന്നെ വിട്ടുവയ്ക്കില്ലടാ. നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? എന്റെ ബിസിനസ്സിൽ കൈയെടുത്തുന്നവൻ ആരായാലും ശരി, അവൻ എന്റെ ശത്രുവാണ്. എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. ടോണി, ഇനിയും നിനക്ക് ഒരവസരം കൂടി തരാം. നല്ലപോലെ ആലോചിച്ച് നോക്കൂ. നിന്റെ ജീവനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. ക്ഷമിക്കണം, എനിക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ മകളാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് എന്റെ ചുമതലകൾ. ഓഹോ, നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല അല്ലേ? ഇക്കാര്യത്തിൽ തീർച്ചയായും ഇല്ല. ടോണി, 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 എടീ, റോയ് പറഞ്ഞത് നേരാണോ? നീ മത്തായിയെ സംസാരിച്ചോന്നു? സംസാരിച്ചു. സമൂഹത്തിന്റെ മുന്നിൽ അവനൊരു കൊലയാളിയാണ്. സത്യത്തിന്റെ മുന്നിൽ മത്തായി നിരപരാധിയാണെന്ന് അപ്പച്ചൻ അറിയാമല്ലോ.
നിനക്ക് സ്വാതന്ത്ര്യം കുറെ കൂടിപ്പോയി. എന്ത് സ്വാതന്ത്ര്യം? ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകുന്നതോ? അപ്പച്ചന്റെ ക്രൂരതകൾ പുറത്തറിയുമെന്ന് കരുതിയില്ലേ എന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? എന്നെ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നു? എന്നെ ആത്മഹത്യ ചെയ്യാനെങ്കിലും സമ്മതിക്കൂ, അല്ലെങ്കിൽ എന്നെ കൂടെ അങ്ങ് കൊല്ലൂ. അതും ചെയ്യാൻ ഞാൻ മടിക്കില്ല. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ അപ്പച്ചന്റെ കൈകൊണ്ട് ഞാൻ മരിക്കാം. എന്റെ ഭർത്താവിനെ കൊന്ന ആ കൈകൊണ്ട് ഞാൻ മരിക്കാം. കൊല്ലൂ മോളെ. ആമന, എന്നും നമ്മളിങ്ങനെ കഴിയാന്നാണ്? പിന്നെ എങ്ങനെ കഴിയണം? നിക്കാഹ് കഴിഞ്ഞ് കെട്ടോളും കെട്ടോളായിട്ട് കഴിയണം. നമ്മൾ ഇമ്മണി കാശ് സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉപ്പപ്പാനോട് പറയട്ടെ? അയ്യോ വേണ്ട വേണ്ട. അതെന്താ? എനിക്ക് നാണാവും. അനക്കല്ലേ നാണം, നമ്മളാണാണ്. എന്നാലും നിങ്ങളൊന്നും ചെയ്യും. എന്റെ ഇക്കാക്കയോട് പറ. അന്റെ ഇക്കാക്കയോ? ഓ, മത്തായി ചേട്ടനോടോ? നിന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞാ ഇക്കാക്ക എതിര് നിൽക്കൂല. എന്താണ് നിനക്ക് പറയണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറ. പറയാം. അതിനാണ് ഞാൻ വിളിച്ചിരുത്തിയത്. ആമിന പ്രായമായൊരു പെണ്ണാണ്. അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അത് നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേങ്കില് ആമിനയ്ക്ക് പറ്റിയ മാപ്പിളയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരെ? നമ്മുടെ കാതർകുട്ടി. ഓന് നമ്മുടെ മടിയിരുന്ന് വളർന്ന കുഞ്ഞാണ്. അതെ, അതുകൊണ്ട് തന്നെ എന്നും അവൻ ഈ കുടുംബത്തിന് ഒരു തണലായിരിക്കും. നിക്കാഹ് നടക്കണമെന്ന് വെച്ചാ പൈസ വേണ്ടേ? പൈസയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട. എനിക്ക് അവകാശപ്പെട്ട കുറച്ച് മുതലുണ്ട്. വേണ്ട മോനെ വേണ്ട. അതെന്താ പോക്കരിക്ക് അങ്ങനെ പറയുന്നത്? അമ്മന് ജീവിച്ചിരുന്നെങ്കിൽ അത് അവൾക്ക് ചേരേണ്ട മുതലാണ്. ഇന്ന് ആമിന എനിക്ക് അമ്മനെ പോലെയാണ്. എന്നാലും ഒരെന്നാലുമില്ല. ഈ വിവാഹം ഉടനെ നടക്കണം. ഇഷ്ടം പോലെ നടത്തിക്കോ. ഈ നിക്കാഹ് നീ തന്നെ നടത്തി തരണം. ആമിന, ഞാൻ കണ്ടു. നിന്റെ ഇഷ്ടമാണ് മോളെ, എന്റെയും ഇഷ്ടം. ഇക്ക അല്ല, ഇതാര് പോക്കരിക്കായ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷമുണ്ട്, അത് പറയാനാ നമ്മൾ വന്നത്. ആയിരിക്കും. വേണം നിന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇരുന്നങ്ങ് പറഞ്ഞാ മതി. ആ, ഇനി പറയൂ, കേൾക്കട്ടെ. ഞമ്മടെ മോടെ നിക്കാഹ് നിശ്ചയിച്ച് നാളെ ഉറപ്പിക്കില്ല. ഉയ്യാപ്പിള ഞമ്മളെ വളർത്തിയ പയ്യൻ തന്നെ കാതർകുട്ടി. ആ, നല്ല കാര്യം. റാണി, വരുന്നേ ഏട്ടാ. എന്താ ഏട്ടാ? ചായ കൊണ്ടുവരൂ. നമുക്ക് ചായ വേണ്ട. വക്കീൽ സാറിന്റെ അവിടെ ചായ കുടിച്ച് നിശ്ചയിച്ചിട്ട് സാറ് വരണം. ഞങ്ങൾ തീർച്ചയായും വരും. പോളി നമ്മളെ അറിയൂല. സാറ് പറയും രണ്ടാളും വരണം. എന്തായാലും വന്നില്ലേ, ചായ കുടിച്ചിട്ട് പോകും. നമ്മൾ ഇനിയും വരും. അപ്പൊ കുടിക്കാം. അവ ഒറ്റയ്ക്കാ എല്ലാ വേലയും മത്തായി. ആ, നെച്ചോറ് വെക്കുന്നത് ഞമ്മളാ. അപ്പൊ കേവമായിരിക്കും. ഞാൻ വന്ന് കാര്യമായിട്ട് വെട്ടുവിട്ടും.